ഹലോ, അപ്പോൾ എല്ലാവർക്കും കെൽബിച്ചായൻ്റെ പാചകപ്പുരയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു പൊടിമീൻ പീരയാണ് തയ്യാറാക്കാൻ പോകുന്നത്. വെറും ഒരു പൊടിമീൻ പീരയല്ല, ഒരു വെറൈറ്റി രീതിയിലുള്ള പൊടിമീൻ പീര. അപ്പോൾ ഇത് നമ്മൾ സംഘടിപ്പിച്ചത് ഇതിന് വേണ്ടിയിട്ട് പോവുകയല്ലായിരുന്നു. വേറെ മീൻ മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയതെല്ലാം കൂടെ ചേർത്ത് വെച്ചപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പൊടിമീൻ പീര തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനെ റെഡിയാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക്. ഈ പൊരിക്കുന്ന മീനിൻ്റെ കൂടെ മുഴുവൻ കുരുമുളക് ഇടുന്നത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ കൂടെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇച്ചിരി വെള്ളം എന്തെങ്കിലും കൂടെ ചേർത്തിട്ട് അതിനെ ഒന്ന് മസാല പുരട്ടി നല്ലപോലെ ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ റെഡിയാക്കി വയ്ക്കുക. അതിൻ്റെ കൂടെ ഇൻഗ്രീഡിയൻസായിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് കുറച്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ടേ. കുറച്ച് കാന്താരി മുളക്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ നമ്മുടെ സാധാ പച്ചമുളക് എത്ര എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. കുറച്ച് ഒരു മീഡിയം സൈസിലുള്ള സവാള നമ്മളൊരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി നമ്മൾ ആ മീനിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ഈ സാധാരണ ചെയ്യുന്ന കണക്ക് ചെയ്യേണ്ട, ഒരു ഹാഫ് കുക്ക് രീതിയിൽ നമ്മൾ ചെയ്യുമല്ലോ. അപ്പോൾ ആ ടൈപ്പിൽ വെന്ത് കഴിയുമ്പോഴേക്കും ഇതിനെ ഒന്ന് എടുക്കുക. കാര്യം പീരയ്ക്കാണ്, ഫ്രൈ ആയിട്ടല്ല ഉപയോഗിക്കുന്നത്. പീരയ്ക്കായതുകൊണ്ട് നമ്മളൊരു ഹാഫ് കുക്കിൽ എടുക്കുക. അപ്പോൾ ഒരു വീതം ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ ഒന്ന് കോരി എടുത്തിട്ട് എണ്ണ വാർത്തെടുത്ത് നമുക്കതിനെ ഒന്ന് മാറ്റി വെച്ചേക്കാം. ഇപ്പോൾ കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഈ പാൻ തന്നെ ഉപയോഗിക്കാം കേട്ടോ. ബാക്കി ഇരിക്കുന്ന എണ്ണയിൽ ആണ് നമ്മൾ ബാക്കി ചെയ്യാൻ പോകുന്നത്. എന്നാലാണ് അതിനൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമ്മളതിനെ കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ വെച്ചിരുന്ന വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന ടൈപ്പിലൊന്ന് ആക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇച്ചിരി കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നായി വരുമ്പോഴേക്കും ബാക്കിയിരിക്കുന്ന നമ്മുടെ ഈ മുളക്, കാന്താരി മുളകും പച്ചമുളകും. കാന്താരി മുളക് ഇടുമ്പോഴേ ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായിരുന്നിരിക്കുക. അത് സാരമല്ല. പക്ഷേ കാന്താരി മുളക് പോലെ ടേസ്റ്റുള്ള വേറെ മുളകൊന്നുമില്ല. അതാണ് വാസ്തവം. അപ്പോൾ അതൊന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ചെയ്യുക. ഒപ്പം നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന സവാള അതിൻ്റെ കൂടെ ചേർത്തിട്ട് അധികം മൂപ്പൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുക ഹാഫ് കുക്കായിട്ട് വെച്ചേക്കുന്ന മീൻ ഇട്ടേക്കണം. അതിന് മുമ്പ്